അല്ലാഹുവിന്റെ പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ട് പോലും ഓരോ ദിവസം വിളിക്കുന്ന വിളി നീ കേൾക്കുകയാണ്. ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്, പള്ളിയിലേക്ക് ചെല്ലാ, അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് സുജൂദ് ചെയ്യാൻ. പടച്ച റബ്ബിന്റെ ഭവനത്തിലേക്ക് വിളിക്കുമ്പോൾ അതിന് പോലും മടി കാണിക്കുന്ന സഹോദരാ, നീ ഇത്രയ്ക്ക് നന്ദിയില്ലാത്തവനായി പോകരുത്, നീ നന്ദി കെട്ടവനാകരുത്. അല്ലാഹുവേ, എവിടെയെങ്കിലും വെച്ച് തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറയുന്ന പട്ടിയുണ്ടല്ലോ, ആ മൃഗത്തിന് നീ എവിടെയെങ്കിലും വെച്ച് ഒരു കഥാ കടിക്കാൻ അല്പം ഭക്ഷണം കൊടുത്താൽ, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്താൽ, അത് പടച്ചവനെ എവിടെ വെച്ച് കണ്ടാലും വാലാട്ടിയിട്ട് നന്ദി കാണിക്കുന്ന മൃഗമാ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ആരോഗ്യം തന്നു, നിനക്ക് സമ്പത്ത് തന്നു, ഭാര്യ മക്കളെ തന്നു, എല്ലാം വാരിക്കോരി തന്നിട്ട് കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ റബ്ബിങ്ങനെ ഉള്ളം കയ്യിൽ നിന്നെ കൊണ്ട് നടക്കുകയാ. ഈ പടച്ച റബ്ബിന്റെ മുന്നിൽ 24 മണിക്കൂറിൽ 24.5 മണിക്കൂറും നീ എടുത്തോ, ഒരു 25 മിനിറ്റ് താടാ പൊന്നുമോനെ, അതും നീ ഒരുമിച്ച് തരണ്ട. കാരണം നിനക്ക് തിരക്കാട്, അതുകൊണ്ട് 5 മിനിറ്റ് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ സുബഹിക്ക് ഒരു 5 മിനിറ്റ്, ളുഹറിനൊരു 5 മിനിറ്റ്, അസറിനൊരു 5 മിനിറ്റ്, മഗ്രിബിനൊരു 5 മിനിറ്റ്, ഇശാഇനൊരു 5 മിനിറ്റ്, മോനെ എനിക്ക് വേണ്ടിയൊന്ന് മാറ്റിവെക്കടാ എന്ന് പടച്ച റബ്ബ് പറയുമ്പോ അതിന് പോലും ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വല്ലാത്ത പ്രതിസന്ധിയിലെ നടുവിലൂടെയാ കടന്നു പോകുന്നത്. സമാധാനമില്ല, കച്ചവടമില്ല, പടച്ചവന് കൂടെ ജോലി ചെയ്യുന്നവർക്ക് പൈസ ശമ്പളം കൊടുക്കാ പൈസയില്ല. ജനങ്ങൾ മുഴുവനും വല്ലാത്ത വറുതിയിലേക്ക് കടന്നു പോവുകയോ, എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യന്മാര് കിടന്ന് നെട്ടോട്ടമോടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്കെല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം വേണോ? മുത്തുനബി പറയുകയാണ്, നിനക്ക് അല്ലാഹു ഒരു പരിഹാരം പറഞ്ഞു തരികയോ. ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 വഖത്ത് നമസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന് നന്ദിയുള്ള അടിമയായാൽ പടച്ച റബ്ബിന്റെ പള്ളിയിലേക്ക് കടന്നു നിന്ന് നമസ്കരിക്കുന്ന ഈ നാട്ടിൽ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് ചോദിക്കട്ടെ, 5 വഖത്ത് പടച്ച റബ്ബിന്റെ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുന്ന, ജമാഅത്തായി നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനോട് നീ ചോദിക്ക്, മോഡിയുടെ ഭരണം നിന്നെ ബാധിച്ചോ? സാമ്പത്തികമായി തകർന്നോ? അല്ലാഹുവേ, GST നിന്നെ ബാധിച്ചോ? ഒന്നുമില്ല സഹോദരാ, ഒന്നും ആ മനുഷ്യനെ ബാധിക്കൂല. കാരണം നമസ്കരിക്കുന്ന മനുഷ്യന്റെ സർവ്വകാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കരിക്കാത്തവനെ കണ്ടാൽ തന്നെ തിരിച്ചറിയോ, നമസ്കരിക്കാത്തവനെ കണ്ടാൽ തന്നെ തിരിച്ചറിയോ. അവിടുന്ന് മുത്തുനബി പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാ, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാ, അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശമുണ്ടാകില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് പ്രകാശമില്ല, ഈമാനിക ചൈതന്യമില്ല. കാണുമ്പോ തന്നെ ചോദിക്കും, എന്തേ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അന്നവന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടാകില്ല, എന്നാൽ ചില ദിവസം മുഖത്ത് വല്ലാത്ത പ്രകാശമോ, വല്ലാത്ത സന്തോഷമോ. കാരണം അന്നവന് സുബഹി നമസ്കരിച്ചത് കൊണ്ടോ. അതുകൊണ്ട് വല്ലാത്ത പ്രയാസങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന
പറയുന്നോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങൾക്ക് അല്ലാഹു ഒരു മറുപടി തരുന്നുണ്ട്, അല്ലാഹു ഒരു പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവേ, ഗൾഫൊക്കെ തകർന്നിരിക്കുകയാണ്, എവിടെ നോക്കിയാലും പ്രതിസന്ധിയാണ്. പ്രതിസന്ധികൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോ തന്റെ കുടുംബത്തെ പോറ്റാതെ കിടന്നു നെട്ടോട്ടമോടുന്നവര്, രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നവര്, എന്തു ചെയ്യണമെന്നറിയാതെ വീടിന്റെ അകത്തിരുന്ന് കൊണ്ട് അതാ പ്രയാസപ്പെടുന്നവര്, നിങ്ങൾക്കൊരു പരിഹാരം അല്ലാഹു പറയുകയാ, നിങ്ങൾക്കൊരു പരിഹാരം അല്ലാഹു പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്കൊരു പരിഹാരം പറയുകയാണ്. നിന്റെ ഭാര്യ മക്കളെ കുറിച്ച് ഓർത്തിട്ട് നീ പ്രയാസപ്പെടണ്ട. നിന്റെ മക്കളുടെ കാര്യം എന്താകും, എന്റെ ഭാര്യയുടെ കാര്യം എന്താകും, എന്റെ കുടുംബത്തിന്റെ കാര്യം എന്താകും? നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? അതിനൊരു പരിഹാരം അല്ലാഹു പറയുകയാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഭാര്യ മക്കളെ കുറിച്ച് പ്രയാസപ്പെടുന്നവരെ, എന്റെ കുടുംബം പട്ടിണിയായി പോകുമല്ലോ, എന്റെ ഭാര്യയും മക്കളും എന്താകുമെന്ന് ടെൻഷൻ അടിക്കുന്നവര്, നീ ടെൻഷൻ അടിക്കണ്ട. അല്ലാഹു നിനക്കൊരു പരിഹാരം പറയുന്നു. ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ, നിന്റെ കടയിൽ കച്ചവടമില്ല എന്ന് പറഞ്ഞിട്ടോ, മോനെ നീയും നിന്റെ കുടുംബവും പട്ടിണിയാകൂല. അതിന് അല്ലാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുഹു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളി കേൾക്കുമ്പോ ആ വിളിക്ക് 5 നേരം ഉത്തരം നൽകിയാൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക. നീയും നിന്റെ ഭാര്യയും മക്കളും 5 നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാൻ ഞാൻ ഭക്ഷണം തരാമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ എന്തിനാ GST ആയാലും അവിടെ ആയാലും ഇവിടെ ആയാലും ആര് ഭരിച്ചാലും നമുക്ക് ഇവിടെ എന്ത്? 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ നിനക്ക് റബ്ബ് ഭക്ഷണം തരും. അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ല രാഷ്ട്രീയക്കാരനല്ല പറഞ്ഞ വാക്ക് മാറ്റാൻ. അല്ലാഹു പറഞ്ഞ പാലിക്കുന്നവനാ, നീതിമാനാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മക്കളെയൊക്കെ പള്ളിയിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. ഈ ചെറിയ മക്കളെയൊക്കെ ഇപ്പൊ ആരങ്ങനൊന്നുമില്ല. പണ്ടൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോകും. ചെറിയ കുട്ടികളെയൊക്കെ പള്ളിയിൽ നമസ്കരിക്കാൻ നേരത്ത് കൊണ്ടുപോകും. ഇപ്പൊ ഇല്ല, പള്ളിയിൽ പോയി മൂത്രം ഒഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നിനെയും കയറ്റാറില്ല. അതുകൊണ്ടാ വളർന്നു വരുമ്പോൾ നമ്മുടെ മക്കൾ തലതിരിഞ്ഞു പോകണം. അങ്ങനല്ല, കുട്ടികളെ കൊണ്ടുപോകണം പള്ളിയിൽ പോകുമ്പോൾ. ചെറിയ മക്കളെയല്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ കൊണ്ടുപോയിട്ടൊരു സൈഡിൽ കൊണ്ടിരുത്തിയിട്ട് വാപ്പ അവിടെ ഇരിക്കണം, മക്കളെ അവിടെ ഇരിക്കണം, നിസ്കരിക്കുന്നത് കണ്ടു വളർന്ന മക്കൾ. ഇന്നതൊന്നുമില്ല. ഇന്ന് കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോകത്തില്ല, മൂത്രമൊഴിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കളെ പോലും. അങ്ങനല്ല സഹോദരങ്ങളെ, അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോയി വളർത്തണം. നമ്മൾ പള്ളിയിലേക്ക് പോയി കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളോട്, എൻ്റെ ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, വാപ്പാ നീ പള്ളിയിലേക്ക് വണ്ടിയിൽ പൊക്കോ, സുഖമില്ലാത്തവരാ നിങ്ങൾ പൊക്കോ, പക്ഷെ ഒരല്പം പള്ളിയുടെ മുന്നിലെത്തുമ്പോ മോനെ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കടാ, എനിക്കൊന്ന് നടക്കണം, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നടന്നുപോയ പ്രതിഫലം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തന്ന കാലുകൊണ്ട് നീ നടന്നാൽ നാളെ സിറാത്തിൽ നീ രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നടക്കല്ലേ, എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണത്? നാളെ മുതൽ നടക്കല്ലേ. 5 വക്ത് നടക്കണമെന്നൊന്നും ഞാൻ പറയണില്ല, ഒരെണ്ണമെങ്കിലും നടക്ക്.
ഒരു വക്കത്തെങ്കിലും നീ പള്ളിയിലേക്ക് നടന്നു പോ. ഇല്ലെങ്കിൽ പള്ളി എടുക്കുമ്പോൾ പള്ളിയുടെ പുറകിൽ പുറത്തേക്ക് വണ്ടി നിർത്തിയിട്ട് ആ 2 കാല് വെച്ച് നടന്നു പള്ളിയിലേക്ക് പോ. നീ ചവിട്ടുന്ന മണ്ണ് നിന്നെ മറക്കൂല. നീ ചവിട്ടുന്ന മണ്ണ് നിന്നെ മറക്കൂല. നീ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ഭൂമിയിലെ സർവ്വ ചരാചരങ്ങളും നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിന് വേണ്ടി നടക്കുന്ന കാല്, ആ കാല് നാളെ സിറാത്തിൽ നിനക്ക് രക്ഷയാണ്. ആ കാല് നാളെ സിറാത്ത് എന്ന പാലത്തിലേക്ക് നീ ഒരു ചുവട്ടടി എടുത്ത് വെക്കുമ്പോൾ അല്ലാഹുവേ വർഷങ്ങളോളം സഞ്ചരിച്ച വഴിയങ്ങ് കഴിയുകയാണ്. അങ്ങനെ നിനക്ക് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാൽച്ചുവഴേതെന്നറിയുമോ? രണ്ടാമത് നടക്കുന്നത് എവിടേക്ക് നടക്കുമ്പോഴാ? അല്ലാഹുവേ പടച്ചവനെ ഇൽമു പറയുന്ന സദസ്സുകളുണ്ടല്ലോ, അല്ലാഹുവേ ഇൽമു പറയുന്ന സദസ്സുകളുണ്ടല്ലോ. പ്രഭാഷണങ്ങൾ നടക്കുമ്പോ സലാത്തിന്റെ മജ്ലിസിലേക്ക്, മജ്ലിസിൻ നൂറിന്റെ മജ്ലിസുകളിലേക്ക്, നല്ല കാര്യങ്ങൾ പറയുന്ന സദസ്സിലേക്ക് നിങ്ങൾ നടന്നു വന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും നടന്നു വന്നവരാണ്. പടച്ചവനെ പത്തനാപുരത്ത് നിന്ന് വന്നവരുണ്ട്, ആലപ്പുഴയിൽ നിന്ന് വന്നവരുണ്ട്, പടച്ചവനെ കൊല്ലത്ത് നിന്ന് വന്നവരുണ്ട്. അതാ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് ഇവിടെ ഇൽമ കേൾക്കാരാ. ഈ സദസ്സിലെ ദുആ പ്രതീക്ഷിച്ച് വന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, ചെറുപ്പക്കാര്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ വന്നതൊന്നും വെറുതെയല്ല, ഈ വന്നതൊന്നും വെറുതെയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പറയുന്ന സദസ്സിലേക്ക്, അല്ലാഹുവിനെ കുറിച്ച്, മുത്തുനബിയെ കുറിച്ച്, മരണത്തിനെ കുറിച്ച് പറയുന്ന ഈ സദസ്സിലേക്ക് നിങ്ങൾ നടന്നു വന്ന ചുവട്ടടിയുണ്ടല്ലോ, അത് നാളെ സിറാത്തിൽ നിനക്ക് രക്ഷയാ. ഒരുപാട് ദൂരെ നിന്ന് ഉമ്മ പെങ്ങന്മാര് പടച്ചവനെ വഅദിന്റെ സദസ്സിലേക്ക് നടന്നു വരുന്നുണ്ട്. ഉമ്മ, ഇതൊന്നും വെറുതെയല്ല. അല്ലാഹുവേ, ഈ ചുവട്ടടിക്ക് വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹു നിനക്ക് ഒരുപാട് നന്മ തരുന്നുണ്ട്. അല്ലാഹുവേ, നീ നടന്നു വരുമ്പോൾ പടച്ച റബ്ബിന്റെ തൃപ്തി മാത്രം കരുതിയിട്ടാണ് വഅദിന്റെ സദസ്സിലേക്ക്, ഇൽമിന്റെ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നതെങ്കിലോ ഇന്ന് വഅദിന് വരുമ്പോ പല ചിന്തയോടുകൂടി കടന്നു വരുന്നവരുണ്ട്. എല്ലാവരും ഒന്നുപോലെയല്ല, ഇൽമ കേൾക്കണമെന്നുള്ള ചിന്തയോടെയല്ല വരുന്നത്. വീടിന്റെ അകത്തിരുന്നാല് വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹുവേ, വഅദിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പടച്ചവരെ മുത്തുനബി പറഞ്ഞു, സഹാബാ, ഈ ദുനിയാവിൽ 2 സ്വർഗമുണ്ട് സഹാബാ, ഈ ദുനിയാവിൽ 2 സ്വർഗമുണ്ട് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ഈ ദുനിയാവിലെ 2 സ്വർഗത്തിലൊരു സ്വർഗമേതാ? അത് ഇൽമു പറയുന്ന സദസാ, അത് ഇൽമു പറയുന്ന സദസാ. ദുനിയാവിലെ സ്വർഗത്തിന്റെ അകത്ത് വന്നിരുന്നിട്ട് ഈ വഅദ് പറയുന്ന സമയത്ത് പോലെ പടച്ചവനെ ഈ മറക്കപ്പുറത്തിരുന്നിട്ട് വാട്സപ്പിൽ കുത്തുന്ന എത്രയോ പെങ്ങന്മാരുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഉസ്താദന്മാര് വഅദ് പറയുമ്പോഴും അവന് ഫേസ്ബുക്കിലാണ്, അവൻ യൂട്യൂബിലാണ്, അല്ലാഹുവേ അവന് വാട്സപ്പിലൂടെ അതാ മെസ്സേജുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും ചിന്ത മറ്റുമലതാണ്. പടച്ചവനെ, നാട്ടിലെ പെണ്ണുങ്ങൾ വഅദ് കേൾക്കാൻ വരുമല്ലോ, എല്ലാത്തിനെയും ഒന്ന് കാണാൻ കിട്ടുന്ന അവസരമാണല്ലോ എന്ന ചിന്തയോടുകൂടി വരുന്നവരുണ്ട്. കാമുകനെ നിർത്തിയിട്ട് കാണാൻ വരുന്ന പെമ്മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവര്, അങ്ങനെ വന്നാ നിനക്ക് രക്ഷയില്ല. അത് ഈ സദസ്സിനെ കളിയാക്കലാണ്, അത് ഈ സദസ്സിനോട് നിങ്ങൾ കാണിക്കുന്ന ദുൽമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ഇൽമിന്റെ മജ്ലിസുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, മുത്തുനബിയുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, മഹാന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ജീവിതത്തിൽ പ്രയോജനമുണ്ടാക്കുന്ന വഅദുകൾ പറയുന്ന സദസ്സുണ്ടല്ലോ, ആ സദസ്സിലേക്ക് നടന്ന മുസ്ലിമേ, നിന്റെ നടത്തം വെറുതെയല്ല, നീ നടന്നത് വെറുതെയല്ല. നാളെ സിറാത്തിൽ നിനക്കിത് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇൽമിന്റെ സദസ്സിലേക്ക് വഅദ് കേൾക്കുന്നതിന് വേണ്ടി നടന്നു വന്നു. പലരുടെയും നിയത്ത് പലതാ, ഞാൻ പറയണില്ല. ചിലരുടെ നിയത്ത് വഅദിന്റെ സദസ്സിൽ ഇരുന്നിട്ടും മൊബൈൽ കുത്ത, അപ്പോഴും ഒന്ന് താഴെ വെക്കൂലത്. 1 മിനിറ്റ് പോലും താഴെ വെക്കാൻ വയ്യ, അപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, മെസ്സേജ് എഴുതുന്നവരുണ്ട്, ഇവിടെ ഇരുന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നവരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പല ചിന്ത പറയളിയ എല്ലാവരും ഉണ്ടാവും പാടാ നമുക്ക് കാണാൻ പോകാം. മറ്റു ചിലരാണെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ പിന്നെ വഅദിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ അടുത്ത് എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പോ, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു മക്കാമിന്റെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോ അള്ളാഹുബെ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഈ സദസ്സിലിരിക്കാൻ പേടിയുണ്ട്. കാരണം എന്തേ, എല്ലാവരും വഅദ് കേൾക്കാൻ വന്നപ്പോ മോളും കൂടെ ഉമ്മാടെ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയിരുന്നു. ഉമ്മ എല്ലാവരും കൂട്ടുകാരുടെ കൂടെ കൂടി ഇപ്പം പെൺകുട്ടി അങ്ങോട്ട് മാറിയിരുന്നു. കാമുകനെയും വിളിച്ച് വീട്ടിൽ പോയി. ഇപ്പുറത്ത് വഅദ് നടക്കണോ, അപ്പുറത്ത് വീടിൻ്റെ അകത്ത് വ്യഭിചാരം നടക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വഅദിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം, ഒരു സ്ഥലത്ത് എന്നപ്പോൾ സംഘാടകർ വണ്ടിക്കകത്ത് ഇരിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം എന്തേ, എല്ലാവരും വഅദിന്റെ സദസ്സിൽ വണ്ടിക്കകത്ത് ആണും പെണ്ണും. ഇതാ കാലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതപ്പോൾ ഉള്ളത് പറയുമ്പോൾ സഹിക്കണില്ലേ? ഉള്ളതല്ലേ പറഞ്ഞത്, കള്ളമൊന്നും അല്ലല്ലോ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വണ്ടിക്കകത്തിരുന്ന് വഅദ് കേൾക്കാൻ അനുവദിക്കൂല. കാരണം എന്തേ, വടക്കോട്ടൊക്കെ പോകുമ്പോൾ കാണാം വണ്ടിക്കകത്തിരുന്ന്. കാരണം ഞങ്ങളുടെ റോഡിയിട്ടിരുന്നോണം. പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആള് നിൽക്കും, കാവല് പോലെ വണ്ടിക്കകത്ത്. കാരണം എന്തേ, ഇന്ന് അങ്ങനെയായി കാലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മജ്ലിസ് നൂറിൻ്റെ സദസ്സുകൾ, സ്വലാത്തിൻ്റെ സദസ്സുകൾ, പള്ളിയിൽ നടക്കുന്ന ക്ലാസുകൾ, അവ നമ്മളൊന്നുമല്ല, നല്ല കാര്യങ്ങൾ അൽഹംദുലില്ലാ. ആ നല്ല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നടക്കുന്ന ഒരു ചുവട്ടടിയും നാളെ നിനക്ക് ആഖിറത്തിൽ, നാളെ സിറാത്തിൽ പ്രയോജനം ചെയ്യും. അള്ളാഹു അങ്ങനെയുള്ള സദസ്സായി സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ കാൽച്ചുവടും അള്ളാഹു നാളെ പ്രതിഫലം കിട്ടുന്ന ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 3. നിർത്താറായ ചോറൊക്കെ ആയോടെ, ബിരിയാണിയൊക്കെ ഭക്ഷണമൊക്കെ പൊതിഞ്ഞോ? എന്താ മീനെ പൊതിഞ്ഞോ? പൊതിഞ്ഞോണ്ടി കൊടുക്കാറായോ? ഇല്ല. പക്ഷെ അതൊരു 15 മിനിറ്റ് കൂടെ കഴിയട്ടെ. ഒന്നുകൂടെ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, 3ാമത് കാലിന് പ്രതിഫലം കിട്ടുന്ന, നടന്നാൽ പ്രതിഫലം കിട്ടുന്ന 3ാമത്തെ കാൽ ചുവടേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബാ, ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നടത്തവാ, ഒരു മുസ്ലിമിനെ സഹായിക്കുന്നതിന് വേണ്ടി നടക്കുന്ന കാൽച്ചുവടുണ്ടല്ലോ, അത് നാളെ നിനക്ക് സിറാത്ത് എന്ന പാലത്തിൽ ഉപകാരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അല്ലാഹുവേ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി, പടച്ചവനെ, ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി നടക്കുന്ന കാൽച്ചുവടൊന്നും വെറുതെ അല്ലടാ ചെറുപ്പക്കാരാ. ഈ പരിപാടിയുടെ സംഘാടകരോട് പറയുന്നത്, മക്കളെ, 1 മാസക്കാലമായി നിങ്ങൾ രാപ്പകലുകൾ കിടന്ന് നെട്ടോട്ടമോടുന്നവരാ. എന്തിനാ നിങ്ങൾക്ക് വീട് വെക്കാനല്ലോ, നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കാനല്ലോ, നിങ്ങളുടെ കുടുംബക്കാർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനല്ലോ, നിങ്ങൾ കടിച്ച് പൊളിച്ച് ജീവിക്കാനല്ലോ. പടച്ചവനെ, ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി രോഗം പിടിച്ച് കിടക്കുന്ന, അല്ലാഹുവേ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത പാവപ്പെട്ട രോഗികളുണ്ടല്ലോ, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത പാവപ്പെട്ടവരുണ്ടല്ലോ, വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ ഗതിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വീടിന്റെ ഉള്ളറയിലിരുന്ന് കരയുന്ന പാവപ്പെട്ട പെമ്മക്കൾക്ക് വേണ്ടി ഈ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ എല്ലാവരും ചോദിക്കും, എന്തിനാടാ നിനക്കൊന്നും വേറെ പടിയില്ലൂ, എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? വീട്ടുകാര് പോലും നല്ലത് പറയാറില്ല. എല്ലാവരും മാനസികമായിട്ട് ഈ കുട്ടികളെ തകർക്കുമ്പോ പതറല്ലേടാ ചെറുപ്പക്കാരാ, ഒരിക്കലും നിന്റെ ഈ വീര്യം നീ കളയരുത്. ഇത് പാവങ്ങൾക്ക് വേണ്ടി നീ ചെയ്യുന്ന ഈ നല്ല കാര്യമുണ്ടല്ലോ, ഈ നടന്നതൊന്നും വെറുതെയല്ല, ഈ ഓടിയതൊന്നും വെറുതെയല്ല. നാളെ സിറാത്ത് എന്ന പാലത്തിൽ നിനക്ക് ഉപകാരമാ.
എന്റെ പ്രിയമുള്ളവരെ, മറ്റൊരുത്തനെ സഹായിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വലിയ പെരുന്നാള് കടന്നു വന്നപ്പോ അല്ലാഹുവേ ജലപ്രളയമുണ്ടായിട്ടു, അതാ വെള്ളപ്പൊക്കമുണ്ടായിട്ടു, പടച്ചവനെ തിരുവല്ലയും ചെങ്ങന്നൂരും കരുനാഗപ്പള്ളിയുമല്ല ആലപ്പുഴയുമല്ല വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിയിട്ട് പടച്ചവര് ഒരുപാട് മനുഷ്യ ജീവിതങ്ങളെ നഷ്ടപ്പെട്ടു പോയപ്പോ സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിൽ ഒലിച്ചു പോയ രംഗത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാമ്പുകളുടെ ഉള്ളറയിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ജനങ്ങൾക്ക് താങ്ങമ തണലുമായി പടച്ചവനെ അങ്ങ് കാസർഗോഡ് മുതൽ പടച്ചവനെ സഹായവുമായി അല്ലാഹുവേ എത്രയോ സംഘടനകള്, എത്രയോ പള്ളികള്, അല്ലാഹുവേ മനുഷ്യ സ്നേഹികളതാ ഒരുപാട് സഹായങ്ങളുമായിട്ട് കഴിഞ്ഞ വർഷം നമ്മളെ തേടി വന്നപ്പോ രണ്ടാമത്തെ കൊല്ലമെത്തിയപ്പോ സുബ്ഹാനല്ലാഹ് നിലമ്പൂര് വയനാടുമല്ല പടച്ചവനെ വെള്ളത്തിന്റെ അടിയിൽ മയ്യത്ത് പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ, എവിടെയാണ് തന്റെ വീടിരുന്നത് പോലും പടച്ചവനെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ എല്ലാം ഒരൊറ്റ വെള്ളപ്പൊക്കത്തില് ഒരു വിളങ്ങ് പൊട്ടിയപ്പോ സർവ്വതം തകർന്ന് തെരിപ്പണമായി. ഇന്ന് അവരെ കുറിച്ച് വാർത്തയില്ല, ഇന്നൊരു ചാനലുകളിലും കാണാറില്ല, ഒരു പത്രങ്ങളിലും അവരുടെ ഫോട്ടോ ഇല്ല. അതെല്ലാം കഴിഞ്ഞല്ലോ, ഇന്ന് മറ്റു പലതിന്റെ പുറകിലാണ് പത്രങ്ങള്. എങ്കിലെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നൂറുകണക്കിന് പേര് അല്ലാഹുവേ അന്ന് പടച്ചവരെ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളും മനസാരിങ്ങളെ പോലെയായി. ഉള്ളതിൽ പങ്ക് തിരിച്ചു കൊടുക്കാ തയ്യാറായി. കാരണം അവര് മുസ്ലിം, അവരെല്ലാവരും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, അവരെല്ലാം നമ്മുടെ കൂടപ്പിറപ്പുകളോ. അവിടെ ജാതിയോ മതമോ നിറമോ ഒന്നുമില്ല. ആര് കരഞ്ഞാലും അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന് ഉപ്പുരസമോ ഒരു വർഗീയതയുമില്ല. അല്ലാഹുവിന്റെ പള്ളികളിൽ വെള്ളിയാടിച്ച് പിരിവെടുത്തിട്ടു ആ പിരിവിന്റെ പൈസയുമായി പടച്ചവനെ നിലമ്പൂരും വയനാടുമെല്ലാം കടന്നു ചെന്നിട്ട് പടച്ചവനെ പാവപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു പോയവര് അല്ലാഹുവേ പല ജമാഅത്തിന്റെയും പരിപാലന സമിതിയുടെ കൈപിടിച്ചിട്ട് കരയുകയോ. അല്ലാഹുവേ അവസാനം അവര് പോലും പറയുന്നു ഇവിടെ ഭക്ഷണം വേണ്ട. അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ വണ്ടിയിൽ വന്ന് കൂടുന്നൊരവസ്ഥയിലേക്ക് പടച്ചവനെ കേരളത്തിന്റെ മനുഷ്യ സ്നേഹികൾ അങ്ങ് തയ്യാറായപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ നടന്നതൊന്നും വെറുതെയല്ല, ഈ കഷ്ടപ്പെട്ടതൊന്നും വെറുതെയല്ല. ഓരോ വീടുകളും കടകളും കയറിയിറങ്ങി പിരിവ് നടത്തിയത് അത് പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടാരോ, അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാരോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സ്വഹാബിയുണ്ടല്ലോ, പള്ളിക്കകത്ത് ഇഅ്തികാഫിരിക്കുന്ന സ്വഹാബിയുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് അപരാധി പറയുമ്പോ തനിക്ക് കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടുന്നില്ല എന്ന് പരാതി പറയുമ്പോ ഇഅ്തികാഫിരിക്കുന്ന സ്വഹാബി ചോദിക്കുകയാ, ഞാനൊന്ന് വരട്ടെ, ഒന്ന് സഹായിക്കാ, ഞാനൊന്ന് വരട്ടെ. അവിടെ നിന്ന് ചോദിച്ച് നിങ്ങൾ ഇഅ്തികാഫിരിക്കുകയല്ലേ? ആ സമയത്ത് സഹാബിയുടെ മറുപടി എന്തെന്നറിയുമോ? മുത്തുനബി പറഞ്ഞതാണ്, ഒരു മുസ്ലിമിനെ സഹായിക്കുന്നതിന് വേണ്ടി അതാ ഇറങ്ങി നടക്കുന്നത് പള്ളിയിൽ വർഷങ്ങളോളം ഇബാദത്ത് ഇഅ്തികാഫിരിക്കുന്നതിന്റെ പ്രതിഫലമോ, അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന പ്രതിഫലമാണ്. ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി, ഈ ചെറുപ്പക്കാരി നാട്ടിലെ ഒരു ഗതിയുമില്ലാത്ത പാവപ്പെട്ടവർക്ക് പടച്ചവനെ 1000 രൂപയുടെ കിറ്റ് വാങ്ങി കൊടുക്കുന്നവരാ. അവനെ കൊണ്ട് ഇതുപോലെ വഅദ് വെച്ചിട്ട് ആ വഅദിൽ നിന്ന് കിട്ടുന്നത് പടച്ചവനെ ഈ മൈക്ക് സെറ്റുകാർ അവരുടെ ചിലവ് കഴിഞ്ഞിട്ട് എന്ത് കിട്ടിയാലും അത് പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന മക്കളോ. അവര് കടയിൽ പോയി പുട്ടടിക്കുന്നവരല്ലോ, അവരാ പൈസ കൊടുത്ത് കറങ്ങി നടക്കുന്നവരല്ലോ. ഈ മക്കളാരും സമ്പന്നന്മാരല്ലോ. ഈ നാട്ടിലെ പാവപ്പെട്ട മക്കളോ, ഈ നാട്ടിലെ പാവപ്പെട്ട ചെറുപ്പക്കാരോ, സ്വന്തം വീടില്ലാത്തവരുണ്ട്, വാടക വീട്ടിൽ കിടക്കുന്നവരുണ്ട്, പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവരുണ്ട്, സ്വന്തമായിട്ടൊരു
ഒരു നല്ല ജോലിയില്ലാത്തവരുണ്ട്. എങ്കിലും അവർക്ക് അതിന്റെ പ്രയാസത്തിന്റെ വേദന അറിയോ? പട്ടിണി എന്താണെന്നറിയോ? വീടില്ലാത്തതിന്റെ പ്രയാസം എന്താണെന്നറിയോ? അതുകൊണ്ടാണ് ഈ മക്കൾ ഇതിന് തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, പാപങ്ങൾക്ക് വേണ്ടിയല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലോ എന്തേ കൊടുക്കാൻ മടി കാണിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ചരിത്രം ഒരു മാസം നമ്മൾ കേട്ടവരാ, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞവരാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. പരിശുദ്ധമായ കഅബാലയത്തിൽ ചെല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാ, അല്ലാഹുവിന്റെ ഖലീലാ. ഇബ്രാഹിം നബിയെ ഖലീലാക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു ഖലീലാക്കാനുള്ള കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കാത്ത പ്രവാചകരോ, ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളമ്പി വെച്ചു. ആരെയും കിട്ടുന്നില്ല, ഒരു മനുഷ്യനും വരുന്നില്ല. ഒരു പാവപ്പെട്ടവനെയും കാണാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വീട് വിട്ട് വെളിയിലിറങ്ങുകയാ. എന്നിട്ട് തെരഞ്ഞു നടക്കുകയാണ്. ഏതെങ്കിലും ഒരു യാത്രക്കാരനുണ്ടോ? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് സമയം തെരഞ്ഞു നടന്നു. ഒരു മനുഷ്യരെയും കിട്ടാതെ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഒരാളെയും തന്റെ കൂടിലിരുന്ന് ഭക്ഷണം കെടുക്കാൻ അവിടെ നിന്ന് കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. എന്തിനു വേണ്ടിയാ? തന്റെ കൂടെ ഇരുന്ന ഭക്ഷണം കടിക്കാൻ ഒരു പാവപ്പെട്ടവനെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നതെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, അങ്ങനെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോഴാണ് മലക്കുകൾ വന്നിട്ട് പറയുന്ന, നബിയേ, അല്ലാഹു നിങ്ങളെ ഖലീലാക്കി നബിയേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവരെ മറന്നു പോകരുത്, രോഗികളെ മറന്നു പോകരുത്, യതീമീങ്ങളെ മറന്നു പോകരുത്, കേറിക്കിടക്കാ വീടില്ലാത്തവരെ മറന്നു പോകരുത്. പലരും നമ്മുടെ മുന്നിൽ കൈനീട്ടാത്തത് എന്തുകൊണ്ടെന്നറിയുമോ? പട്ടിണിയാണെങ്കിലും പറയാത്തത് അഭിമാനത്തിന് ശതം വരുമെന്ന് പേടിച്ചിട്ടാ. നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാവപ്പെട്ടവരുണ്ട് സഹോദരാ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യൂ. അവർക്ക് നീ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ സമയം നീ ചിലവഴിക്കൂ. അല്ലാതെ ആർക്കും കൊടുക്കാതെ എല്ലാം വാരിക്കൂട്ടി വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാരാ? നീ എവിടെ പോകുമ്പോ കൊണ്ടുപോകുമോ? പള്ളിപ്പറമ്പിലേക്ക് നീ പോകുമ്പോ കൊണ്ടുപോകുമോ? എന്റെ പ്രിയമുള്ളവരോട് ഒറ്റവരേ ഒരായത്ത് പറയാ. സദക്കയുടെ മഹത്വം മനസ്സിലാക്കാൻ, സദക്കയുടെ മഹത്വം മനസ്സിലാക്കാൻ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവേ, ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും കൊടുക്കാതെ, ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാൽ ഒന്നിനും കൊടുക്കാതെ വാരിക്കൂട്ടി വെക്കുന്നവരുണ്ടല്ലോ. അവര് സദക്ക കൊടുക്കൂല, അവര് സക്കാത്ത് കൊടുക്കൂല, ഒന്നും കൊടുക്കാതെ പണവും കെട്ടിപ്പിടിച്ച് നടക്കുന്ന മുസ്ലിമേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലൗലാ
അഖർതനി ഇലാ അജലിൻ ഖരീബ്. നിന്നെ കൊണ്ടുപോകാൻ മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ നിന്റെ മരണസമയം അടുത്ത് വന്നു. അസ്റായിലെ കണ്ണിന്റെ മുന്നിൽ വന്നു. ആ സമയത്ത് വിളിക്കുന്നു, അല്ലാഹുവേ എന്റെ ആയുസ്സൊന്ന് നീട്ടിത്താ അല്ലാ, എന്റെ റൂഹ് പിടിക്കല്ലേ അല്ലാ, എന്റെ റൂഹ് പിടിക്കുന്നതൊന്ന് പിന്തിപ്പിക്കണേ അല്ലാ. എന്തിനാണെന്നറിയുവോ? നിസ്കരിക്കാനല്ല, നോമ്പ് പിടിക്കാനല്ല, യാത്ര പറയാനല്ല, പൊരുത്തം ചോദിക്കാനല്ല. എന്തിനാണെന്നറിയുമോ? എന്റെ കൂടെ കിടക്കുന്ന എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ ചാരത്ത് കിടക്കുന്ന എന്റെ ഭാര്യയുണ്ടല്ലോ, അടുത്ത റൂമിൽ കിടക്കുന്ന എന്റെ മക്കളുണ്ടല്ലോ, അവരോടൊരു കാര്യം പറയാനാ. എന്തു പറയാനാണെന്നറിയുമോ? എന്തു പറയാനാണെന്നറിയുമോ? മക്കള്, വാപ്പ ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. പെണ്ണെ ഭർത്താവ് ഇന്ന് വരെ ആർക്കും കൊടുക്കാതെ ഒരുപാട് ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെച്ചതിൽ ഒരല്പമെങ്കിലും നീ പാപങ്ങൾക്ക് കൊടുക്കടോ, യതീമീങ്ങൾക്ക് കൊടുക്കടോ, രോഗികൾക്ക് കൊടുക്കടോ, പാപങ്ങളെ സഹായിക്കടോ എന്ന് പറയാ. എനിക്കൊരു നിമിഷം തരണേ എന്ന് മരിക്കുന്ന സമയം ജനങ്ങൾ അല്ലാഹുവിനോട് യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എത്ര കടന്ന് കരഞ്ഞാൽ, എത്ര കടന്ന് യാചിച്ചാൽ നിനക്കല്ല അവസരം തരൂല. അവിടെന്ന് ചോദിക്കുന്നു, അസ്റായിൽ ചോദിക്കുന്നു, പടച്ചവൻ നിനക്ക് ഒരുപാട് അവസരം തന്നല്ലോ. എത്രയോ പാവങ്ങൾ നിന്നെ തേടി വന്നു, എത്രയോ യതീമീകളെ നിന്നെ തേടി വന്നു, എത്രയോ രോഗികളെ നിന്നെ തേടി വന്നു. പല പല ബാലന്റെ സദസ്സുകളിലും നിന്നോട് ചോദിച്ചല്ലോ, നീ കൊടുക്കാത്തവരോ, നീ കൊടുക്കാത്തവരോ, നീ അതിന് തയ്യാറാകാത്തവനോ, അതുകൊണ്ട് നിനക്കിത് പ്രയോജനമില്ല. അല്ലാഹുവേ നിനക്ക് അവസരമില്ല. അവിടെന്ന് പറയുകയോ, ഒരു സെക്കൻഡ് പോലും അല്ലാഹു നിനക്ക് തരില്ലെന്ന് ഖുർആൻ പറയുമ്പോ ഈ പാവപ്പെട്ട മക്കളെ മജ്ലിസുൻ നൂറിന്റെ വാർഷികവും വെച്ചു 2 ദിവസം വാഴാട് പടച്ചവരെ 1500 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടല്ലോ. ഈ മക്കളെ ചെയ്തു വെച്ചിരിക്കുകയോ, അവർക്ക് അല്ലാഹുവേ എന്ത് ചെയ്യണമെന്നറിയില്ല. പടച്ചവരെ പാവങ്ങളെ സഹായിക്കുന്ന മക്കളോട് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. കണ്ടില്ലെന്ന് നടിക്കരുത്, ഉറക്കം നടിക്കരുത്, കൊടുക്കാതെ ഇരിക്കരുത്. ഈ മക്കൾക്കല്ല ലാഭം, നിങ്ങൾക്കാ. ഈ സദക്ക കൊടുക്കുന്നവര് നിങ്ങൾക്കാണ് നേട്ടമുള്ളത്. എന്താണ് നേട്ടമെന്നറിയുവോ? ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാൽ നിന്റെ കുടുംബം വിറ്റാ രോഗം മാറ്റാൻ കഴിയില്ലല്ലോ. നിന്റെ കിഡ്നി അങ്ങ് തകർന്നു പോയാൽ പടച്ചവനെ എന്ത് ചെയ്യും സഹോദരാ? മാറ്റിവെക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണമല്ലോ ചെറുപ്പക്കാരാ. എന്ത് ചെയ്യുമടാ പൊന്നുമോര്? അല്ലാഹുവേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് വഅദിന് പോകുമ്പോ ട്രെയിനിലിരിക്കുമ്പോൾ പടച്ചവനെ ഒരു 5 വയസ്സുള്ള ഒരു പൊന്നുമോര് അതാ മുഖമൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ്. വാപ്പയുടെ മടിയിലിരുന്ന് കളിക്കുന്നുണ്ട്. അവന്റെ തല കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ക്യാൻസറോ. അല്ലാഹുവേ 5 വയസ്സുകാര് മൂക്കിന്റെ ഭാഗം മുഴുവനും മറച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ ഒന്നും മിണ്ടാതെ മാറിയിരുന്നു. കാരണം മനസ്സ് വേദനിക്കണ്ട എന്ന് കരുതിയിട്ട് അവസാനം ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോ അല്ലാഹുവേ ഈ കരുനാഗപ്പള്ളിയിൽ ഈ വാലിന്റെ സദസ്സിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാർ ഈ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനില് അവൻ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നപ്പോ 2 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാ 10 പൊറോട്ട മേടിച്ചവൻ കൊണ്ടുവന്നു. അല്ലാഹുവേ ഞാൻ ഒറ്റയ്ക്കാണ്. അവസാനം ഭക്ഷണം കളയാൻ വയ്യല്ലോ. അവസാനം എന്റെ അടുത്തിരുന്ന 2 സഹോദരങ്ങള് അല്ലാഹുവേ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ 12 വയസ്സ്
വയസ്സുള്ള ഒരു പൊന്നുമോള്, 5 വയസ്സുള്ള ഒരു പൊന്നുമോള്, രണ്ടുപേർക്കും ക്യാൻസറാ റബ്ബേ. തന്റെ പൊന്നാര 5 വയസ്സുള്ള മകനുണ്ടല്ലോ, അവന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, മറച്ചു വെച്ചിരിക്കുകയാ. എവിടെയാ ക്യാൻസർ എന്നറിയോ? എവിടെയാ ക്യാൻസർ എന്നറിയുവോ? പടച്ചവനെ, ഒരു ദിവസം മൂക്കിൽ നിന്ന് രക്തം വന്നു. അതാ ഒരു ദിവസം പടച്ചവനെ ഇങ്ങനെ ചുമയ്ക്കുമ്പോ മൂക്കിന്റെ അകത്ത് നിന്ന് ചെറിയ ഒരു മാംസം വന്ന് താഴെ വീഴുകയാ. 5 വയസ്സുള്ള പൊന്നുമോന് ക്യാൻസറാ. ആ പൊന്നുമോന്റെ മുടിയെല്ലാം പൊടിഞ്ഞുപോയി, അവന്റെ മുടിയെല്ലാം പൊടിഞ്ഞുപോയി. പെട്ടെന്ന് എന്റെ പൊന്നുമോസിനാണ് എനിക്ക് ഓർമ്മ വന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനമാ ചെറുപ്പക്കാരൻ പറയുന്ന, ഉസ്താദേ, മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞാ പിന്നെ 2-3-4 ദിവസം എന്റെ പൊന്നുമകം വല്ലാത്ത കരച്ചലാവസ്ഥാത്. അല്ലാഹുവേ, വേദന സഹിക്കാൻ കഴിയാതെ ആ കാഴ്ച കാണാൻ കഴിയില്ല ഉസ്താദ്, ആ കാഴ്ച കാണാൻ കഴിയില്ല ഉസ്താദ്. എന്റെ പൊന്നാര മകൻ കിടന്നിട്ട് 3-4 ദിവസം RCCയിൽ കിടന്ന് കരയുന്ന നിലവിളിക്കുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവേ, എന്ത് ചെയ്യും ചെറുപ്പക്കാരാ, എന്ത് ചെയ്യും സഹോദരാ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. ഈ ക്യാൻസറിനെ കരിച്ചു കളയാ, ഈ ക്യാൻസറിനെ കരിച്ചു കളയാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു മരുന്നിനെ പറഞ്ഞു തന്നു, വിപത്തുകളെ തട്ടി മാറ്റാനുള്ള ഒരു വഴി പറഞ്ഞു തന്നു. അസ്സദഖത്തു റദ്ദുൽ ബലാ പറഞ്ഞത് സിറാജല്ല. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബിയാ പറഞ്ഞത്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, സദഖകളെ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പോ പാവങ്ങളെ സഹായിക്കാൻ അവന്റെ കാര്യം ഇവന്റെ കാര്യം അവൻ ഒറ്റക്കിടന്ന് അനുഭവിക്കട്ടെ എന്നല്ല. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ സഹായം കൊടുക്ക്, അല്ലെങ്കിൽ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും വഴികൾ ആരെങ്കിലും കാണിച്ചു കൊടുക്ക്. അപ്പൊ അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടക്കുന്ന ഓരോ ചുവട്ടടിയും നാളെ സിറാത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇത് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, ഈ പാവപ്പെട്ട മക്കള് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി അവർ സംഘടിപ്പിച്ച പരിപാടിയാ. ഈ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന 3 പ്രതിഫലം ഞാൻ പറയാ. ക്ഷമയോടുകൂടി നിന്ന് കേൾക്ക്. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന 3 പ്രതിഫലം. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ, ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്. പെങ്ങളെ എഴുന്നേക്ക്, പെങ്ങള് എഴുന്നേറ്റ് നിക്ക്, പെങ്ങള് അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാൻ പോകുന്ന സമയമാണ്. പരിശുദ്ധമായ മുഹറം മാസമാണ്, ദുആയിക്ക് ഇജാബത്തുള്ള മാസമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാവങ്ങളെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, വഅബ്ശിറൂ ബിൽ ജന്നാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണോ വാപ്പാ? പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം കണ്ടാലേ ചിരിക്കാൻ പറ്റൂ. പലരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മരിച്ചു കിടക്കുന്നത് കണ്ടതല്ലോ, പ്രകാശിക്കുന്ന മുഖം കണ്ടതല്ലോ, പ്രകാശിക്കുന്ന മുഖം കണ്ടവരല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെയും മുഖം പ്രകാശിക്കണോ, നിങ്ങളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണോ,
അതിനൊറ്റ വഴിയേ ഉള്ളൂ, അതിനൊറ്റ വഴിയേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലാഹുവാ പറഞ്ഞത്. അല്ലാഹുവാണ് പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്. സാക്ഷ്യപ്പെടുത്തിയതാരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത് ഇന്നലിൽ മൗതി ലസക്റാ, ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാണ് സഹാബ, മരണത്തിന് വേദനയുണ്ട് ആയിഷ. ഇത് പറഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. ആ മരണവേദനയുടെ സമയത്ത് റൂഹ് പിടിക്കാൻ വരുന്നത് 70 മുതൽ 70,000 മലക്കുകൾ വരെയാ. നിന്റെ കയ്യും കാലും പിടിച്ച് വെച്ച് കൊടുക്കുന്നത് 70,000 മലക്കുകളാ. അത് മതിയല്ലോടാ അതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ പാപങ്ങളുടെ കൂടെ കൂടിയാൽ നീ സമ്പാദിച്ചതിൽ നിന്ന് 1% പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നീ തയ്യാറായ അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്ത്? വഅബ്സിറൂ ബിൽ ജന്നാ, സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ കാണാ വരുന്നവരെ മുഴുവനും കൊതിപ്പിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോടെ മുഖം പ്രകാശിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ട്, ഈ മക്കള് കടക്കാരാകരുത്, ഇവരുമ്മയുടെ കയ്യിൽ കിടക്കുന്ന ദൂരരുത്. ഈ പാവപ്പെട്ടവര് പടച്ചവര് ഞങ്ങളുണ്ട് സ്ഥാത്, ഈ മക്കള് വഴുത് വെച്ചട്ടിവര് അതാ കടക്കാരാകരുത്. ഇവരുടെ കൂടെ നിങ്ങൾക്ക് കൂടാ കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലമെന്തോ? നാളെ നീ സ്വർഗത്തിന്റെ മുന്നിലേക്ക് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് നീ പറക്കും വാപ്പാ, പെങ്ങളെ പറക്കുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നീ പറവയെ പോലെ പറന്ന് 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 സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ എന്ന മലക്ക് ചോദിക്കുകയാ, ആരാടാ പൊന്നുമോനെ, നീ ആരാ പോള്, നീ ആരാ പൊന്നു പെങ്ങള്? മലക്ക് ചോദിക്കുകയാണ്, ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു, നിന്നെ അല്ലാഹു വെറുതെ വിട്ടോ? നീ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ടാണോ വരുന്നത്? നീ ആരാ, നീ ആരാ? അല്ലാഹു നിനക്ക് ഈ പ്രതിഫലം തരാനുള്ള കാരണമെന്താ? പറയണം ചെറുപ്പക്കാരാ, പറയണം ബാപ്പാ, എനിക്കല്ല ഈ പ്രതിഫലം തരാനുള്ള കാരണം എന്തെന്നറിയുവോ? പാവങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ്, പാവങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ്, ഒരു വഅദ് നടത്തിയ മക്കള് അവർക്ക് സഹായം കൊടുത്തതിന്റെ പേരിലാണ്. എന്റെ പ്രിയമുള്ളവര്, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകാ അല്ലാഹു നിനക്ക് അവസരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്തെ പ്രതിഫലം എന്ത്? ഹജ്ജിന് പോയവർ തിരിച്ചു വരുന്നുണ്ട്. പലരും നിന്നോട് യാത്ര പറഞ്ഞിട്ട് പോയവരാണ്. എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വർണത്തിന് വല്ലാത്ത വിലയുള്ള സമയവാമോളെ, എല്ലാവരും വല്ലാത്ത കഷ്ടപ്പാടാ. വള്ളപ്പം കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം ഇല്ലാത്തപ്പ കൊടുക്കുമ്പോഴാ. നിനക്ക് പണം ആവശ്യമുണ്ടാകുന്ന സമയത്ത് നീ കൊടുക്കുന്നതിനാണ് പ്രതിഫലം. അതാണ് ഉഹദിന്റെ രണാങ്കണത്തിൽ വെട്ടുകൊണ്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു
സ്വഹാബി വെള്ളവുമായിട്ട് ഇക്രിമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വെള്ളവുമായി മരണത്തോട് മല്ലടിക്കുന്ന സ്വഹാബിയുടെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് വെക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, സ്വഹാബി, എന്നെക്കാളും ആവശ്യം അടുത്ത് കിടക്കുന്ന സ്വഹാബിക സക്കറാത്തിന്റെ അവസ്ഥയിൽ, മരണത്തിന്റെ അവസ്ഥയിൽ കടന്നു പിടയുന്ന സമയത്താണ് പറയുന്നത്, എന്നെക്കാളും ആവശ്യം അപ്പുറത്ത് കിടക്കുന്ന സ്വഹാബിക. അവിടുന്ന് വെള്ളവുമായി ഓടിച്ചെന്നു. രണ്ടാമത്തെ സ്വഹാബിയുടെ വായിലേക്ക് വെള്ളം ഒടിച്ചു കൊടുക്കാ പോകുമ്പോ അടുത്ത് കിടന്ന് മൂന്നാമതൊരു സ്വഹാബി വിളിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, എന്നെക്കാളും ആവശ്യം ആ സ്വഹാബിക്കാട്. വെള്ളവുമായിട്ട് മൂന്നാമത്തെ ആളുടെ ചാരത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സ്വഹാബി അവിടുന്ന് ഷഹീദാവുകയാ. വെള്ളവുമായിട്ട് ഒന്നാമത്തെ സ്വഹാബിയുടെ മുന്നിലെത്തി. ആ സ്വഹാബിയും ഷഹീദായി. രണ്ടാമത്തെ സ്വഹാബിയുടെ ചാരത്ത് ചെന്നു. രണ്ടാമത്തെ സ്വഹാബിയും ഷഹീദായി. മൂന്ന് പേരും ഷഹീദായി. കയ്യിൽ ബാക്കിയായ വെള്ളവും പിടിച്ചിട്ട് സ്വഹാബി നിന്ന് കരയുമ്പോ, സഹോദരാ, നിനക്ക് ആവശ്യമുള്ള സമയത്ത് ലം തനാലുൽ ബിർറ ഹത്താ തുൻഫികൂ മിമ്മാ തുഹിബ്ബൂ, കോടികൾ നിന്റെ കയ്യിലുള്ളപ്പോ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം നിന്റെ കയ്യിൽ പടച്ചവരെ 1000 ഉള്ളൂ. 1000 നിനക്ക് ആവശ്യമാണ്. 1000-ലൊരു 10 കൊടുത്താൽ അതിന് പ്രതിഫലം വല്ലാത്ത കൂടുതലാ. അതുകൊണ്ട് പടച്ചറപ്പ് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് ആഗ്രഹമില്ലേ? ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, ആ മലയുടെ മുകളിൽ കയറി വിളിക്ക് ഇബ്രാഹിം. ഇബ്രാഹിം നബി ചോദിക്കുന്നു, അല്ലാഹ്, ആര് കേൾക്കാരാ അല്ലാഹ്? ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി വിളിക്കാ പറഞ്ഞപ്പോ അല്ലാഹുവിനോട് ചോദിച്ച്, ഈ പാറയുടെ മുകളിൽ കയറി ഈ മരുഭൂമിയുടെ മടിത്തട്ടിൽ നിന്ന് വിളിച്ചാൽ ആര് കേൾക്കാരാ തമ്പുരാന്? അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം, നിന്നോട് വിളിക്കാൻ പറഞ്ഞത് ഞാനോ, അത് കേൾപ്പിക്കുന്നവന് ഞാനോ. ആ വിളി കേട്ടവർ മുഴുവനും നാള് അല്ലാഹുവേ ഹജ്ജിന്റെ ഇഹ്റാമിലു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് കൊണ്ട് അലങ്കരിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിക്കണോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം ഹജ്ജ് ചെയ്യാറുള്ള തൗഫീഖാ. ഹജ്ജ് ചെയ്യാറുള്ള തൗഫീഖാ. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലാ കഴിയില്ല. ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലാ കഴിയൂല. അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലാ കഴിയൂല. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര് നടന്ന മത്താഫാ, അവര് ദുആ ചെയ്ത സ്ഥലമോ, അവര് നിസ്കരിച്ച സ്ഥലമോ, സ്വഹാബികൾ നടന്ന സ്ഥലമാണ്. ആ മത്താഫിൽ നിനക്ക് കാലുകുത്തണോ? ആ കഅബാലയത്തിന്റെ മത്താഫിൽ നിനക്ക് കാലുകുത്തണോ? മുത്തുനബി പറയുകയാ, ലാ യദ്ഖുലൂനൽ മക്കാ ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ, അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അവിടെ കാലുകുത്താൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉസ്താദ്, അടുത്ത കൊല്ലം എനിക്ക് ഹജ്ജിന് പോകണം ഉസ്താദ്. മരിക്കുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ മുറ്റത്ത് എനിക്ക് പോകണം. ഹിജ്റ ഇസ്മായിൽ കാണണം. അല്ലാഹുവേ, മഖാം ഇബ്രാഹിം കാണണം. സഫയിൽ പോകണം, മർവയിൽ പോകണം, അറഫയിൽ പോകണം, മുസ്തലിഫയിൽ പോകണം, മിനയിൽ പോകണം, ജംറയിൽ പോയി കല്ലെറിയണം. എനിക്ക് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. എനിക്ക് മുത്തുനബിയുടെ റൗളാ ശരീഫിൽ പോകണം. അവിടുത്തെ ദുനിയാവിലെ രണ്ടാമത്തെ സ്വർഗ്ഗത്തിൽ പോയി നിസ്കരിക്കണം. എനിക്ക് ബദർ കാണണം, മുഹദ് കാണണം. പടച്ചവരേ, അല്ലാഹുവേ, ജന്നത്തുൽ മുഅല്ലയും ജന്നത്തുൽ ബഖിയൊക്കെ എനിക്ക് പോയി സിയാറത്ത് ചെയ്യണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ പാവങ്ങളുടെ കൂടെ കൂടിയാൽ അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്ന്, മരിക്കുമ്പോൾ ഈമാനോടുകൂടി സ്വർഗം കണ്ടിട്ട് മരിക്കാം. 2, സ്വർഗത്തിലേക്ക് പറന്നു പോകാം. 3, മരിക്കുന്നതിന് മുമ്പ് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം കിട്ടും. ഹജ്ജ് ചെയ്ത അല്ലാഹു നിനക്കതിനുള്ള തൗഫീക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.